Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 19% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചിരുന്നു. അതായത് കഴിഞ്ഞ 2 ദിവസത്തെ വലിയ ഇടിവിന് ശേഷം വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിൻ്റെ 2 ദിവസത്തെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെയും ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് 4 രൂപ 55 പൈസ എന്ന നിയർ ടൈം ലോയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 7 രൂപ 10 പൈസ എന്ന ലെവലിലാണ് ഇന്നത്തെ ദിവസം ക്ലോസിംഗ് നൽകിയത്. അതായത് 4 രൂപ 55 പൈസ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 50%-ലേറെ റിട്ടേൺ ആണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ജനറേറ്റ് ചെയ്തത്. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിൽ ഇത്രയും പെട്ടെന്ന് ട്രെൻഡ് ചേഞ്ച് ആയതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിക്ക് ആശ്വാസകരമായ രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് കാണാൻ സാധിച്ചത്. അതിലേറ്റവും പ്രധാന ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടെലികോം കമ്പനികളുടെ AGR ഡ്യൂസ് കാൽക്കുലേഷനിൽ വന്ന എററുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയും എയർടെൽ എന്ന കമ്പനിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയെ അതിൻ്റെ പ്രൊമോട്ടേഴ്സും കഴിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. അതായത് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമില്ല എന്നാരോപിച്ച് കമ്പനിയുടെ ചെയർമാനും ഡയറക്ടറുമായ കുമാർ മംഗളം ബിർള കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കമ്പനിയിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ 27% സ്റ്റേക്ക് ഹോൾഡിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നൽകാനും താല്പര്യപ്പെട്ടിരുന്നു. കമ്പനിയുടെ മറ്റൊരു പ്രൊമോട്ടറായ വോഡാഫോൺ ഗ്രൂപ്പും ഈ കമ്പനിയിൽ 1 രൂപയുടെ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റും പുറത്തിറക്കിയിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയൊരു ഇടിവാണ് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയെ സഹായിക്കുന്നതിനായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ശ്രദ്ധേയമായ ഒരു വിഷയം. അതായത് കമ്പനിക്ക് മുകളിലുള്ള റിട്രോസ്പെക്റ്റീവ് ടാക്സേഷനെ ലഘൂകരിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ടാക്സ് ലായിൽ അമെൻഡ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ ടാക്സ് ലായിലെ അമെൻഡ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതായത് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 5 രൂപ 95 പൈസ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 7 രൂപ 10 പൈസ എന്ന ലെവലിലേക്കുള്ള ഒരു റാലി കാണാൻ സാധിച്ചു. അതായത് സ്റ്റോക്കിൽ 19% റിട്ടേൺ ആണ് ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചത്. ട്രേഡഡ് വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസത്തേക്കാൾ കുറഞ്ഞ ട്രേഡഡ് വോളിയം തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്നലെ ഏകദേശം 262 കോടി ഷെയറുകളുടെ ട്രേഡഡ് വോളിയം ആണെങ്കിൽ ഇന്ന് 126 കോടി ഷെയറുകളുടെ ട്രേഡഡ് വോളിയമാണ് കാണുന്നത്. 252 കോടി ഷെയറുകൾ, അതായത് മാർക്കറ്റിൽ തന്നെ മറ്റ് കമ്പനികളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ട്രേഡഡ് വോളിയമാണ് നമ്മൾക്ക് ഐഡിയ വോഡാഫോൺ എന്ന സ്റ്റോക്കിൽ കാണുന്നത്. 252 കോടി ട്രേഡഡ് വോളിയം ഷെയറുകളിൽ പലപ്പോഴും ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഷെയറുകളും കാണാൻ സാധിക്കും. ഷോർട്ട് സെല്ലിങ്ങിൽ പ്ലാൻ ചെയ്തവർക്ക് ഈ കമ്പനിയിൽ ഇന്ന് വളരെ വലിയ ഒരു തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 31% ഡെലിവറിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയുടെ ടാക്സ് ലായിൽ വന്ന അമെൻമെൻറ്റ് എന്താണെന്ന് പരിശോധിക്കാം. അതായത് 2012 റിട്രോസ്പെക്റ്റീവ് ടാക്സ് ലായാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ഇന്ന് വിഡ്രോ ചെയ്തത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് തന്നെയാണ്. ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയുടെ ടാക്സ് ഇവാക്കേഷൻ കേസിനെ കുറിച്ച് വളരെ നല്ലൊരു കേസ് സ്റ്റഡി നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഏകദേശം 1 വർഷം മുമ്പേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ആ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുന്നത് ഈ 2012 റിട്രോസ്പെക്റ്റീവ് ടാക്സ് ലോ അമെൻഡ് ചെയ്തതുവഴി അല്ലെങ്കിൽ വിഡ്രോ ചെയ്തതുവഴി ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. ആദ്യം തന്നെ 2012 ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലീഗലൈസേഷൻ ലോ അമെൻഡ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് വഴി ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക എന്ന് നോക്കാം. 2012 ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലോ കൊണ്ടുവന്നത് തന്നെ ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതായത് ഈ ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലോ പറയുന്നത് 1962 ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഉടമസ്ഥ അവകാശം ഇന്ത്യക്ക് അകത്ത് വെച്ചോ ഇന്ത്യക്ക് പുറത്ത് വെച്ചോ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിന്
ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് ഏകദേശം 7,990 കോടി രൂപയുടെ ലയബിലിറ്റി അല്ലെങ്കിൽ 7,990 കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചയിച്ചത്. 2021 വരെ ഈ കമ്പനി അടയ്ക്കാത്തതുകൊണ്ട് ഇത് ഏകദേശം 7,990 കോടി എന്ന പൈസ അതിൻ്റെ ഇൻട്രസ്റ്റോടുകൂടി 22,100 കോടി രൂപയായി മാറിക്കഴിഞ്ഞു. 2012 ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലോ അമെൻഡ് ചെയ്തത് വഴി അല്ലെങ്കിൽ വിഡ്രോ ചെയ്തത് വഴി ഈ കമ്പനിക്ക് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 22,000 കോടി രൂപയുടെ ഒരു റിലാക്സേഷനാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലോ 2012 ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് മുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് പരിശോധിക്കാം. 2012 ഇന്ത്യ ഗവൺമെൻറ് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം 2007 ഹച്ച് എന്ന കമ്പനിയിൽ നിന്നും വോഡാഫോൺ എന്ന കമ്പനി മൊബൈൽ നെറ്റ്വർക്ക് അക്വയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകാനുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകാത്തതുകൊണ്ടാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2007 വരെ ഹച്ച് എന്ന കമ്പനി ഓപ്പറേറ്റ് ചെയ്തിരുന്ന മൊബൈൽ നെറ്റ്വർക്കാണ് യൂറോപ്യൻ കമ്പനിയായ വോഡാഫോൺ എന്ന കമ്പനി 2007 അക്വയർ ചെയ്തത്. അതായത് ഏകദേശം $11.1 ബില്യൺ ഹച്ച് എന്ന ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയിൽ നിന്നും മൊബൈൽ നെറ്റ്വർക്ക് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി അക്വയർ ചെയ്തത്. ഈ അക്വിസിഷനിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകാനുള്ള ടാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ രണ്ട് ഫോറിൻ കമ്പനികളും ഇന്ത്യക്ക് പുറത്തുള്ള കരീബിയൻ ഐലൻഡിലെ ഒരു ഹവായി പോലുള്ള ഒരു ദ്വീപിൽ വെച്ചാണ് ഈ അക്വിസിഷൻ നടത്തിയത്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിനുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്ത് വെച്ച് നടത്തിയത്. ഇതിനെ ചോദ്യം ചെയ്ത ഇന്ത്യ ഗവൺമെൻറ് 2012 സുപ്രീം കോർട്ടിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും സുപ്രീം കോർട്ടിൻ്റെ വിധി പ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോർട്ട് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. സുപ്രീം കോർട്ട് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ടാക്സേഷൻ ലോയിൽ ഇന്ത്യക്ക് പുറത്ത് വെച്ച് നടക്കുന്ന കമ്പനികളുടെ ട്രാൻസാക്ഷനിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ടാക്സ് നൽകണം എന്നുള്ളൊരു ക്ലോസ് അല്ലെങ്കിൽ എന്നുള്ളൊരു പോയിന്റ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി ഈ കേസിൽ വോഡാഫോൺ എന്ന കമ്പനി വിജയിക്കുകയും ചെയ്തു. പക്ഷേ 2012 ഇന്ത്യ ഗവൺമെൻറ് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2012 ഫിനാൻസ് ആക്ട് പ്രകാരം ടാക്സ് റിട്രോസ്പെക്റ്റീവ് ടാക്സ് ലീഗലൈസേഷൻ ലോ കൊണ്ടുവരികയും ഇത് പ്രകാരം 1962 ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു കമ്പനികളുടെയും ഉടമസ്ഥാവകാശം ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് അർഹതയുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 7,990 കോടിയാണ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ നിന്നും ഇന്ത്യൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. 2016 ഈ തുക 21,000 കോടിയായി വർദ്ധിച്ചു. അതായത് ഇൻട്രസ്റ്റും എമൗണ്ടും കൂടി ചേർന്നാണ് 21,000 കോടിയായി വർദ്ധിച്ചത്. വീണ്ടും ഈ കേസ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൻ്റെ പക്കലേക്ക് എത്തി. കാരണം വോഡാഫോൺ എന്ന കമ്പനി ഇന്ത്യ ഗവൺമെൻറ് ഇല്ലീഗലായി ഇത്രയും പൈസ ആവശ്യപ്പെടുന്നു എന്നുള്ളൊരു കാരണം കാണിച്ചാണ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൽ ഈ കേസ് ഫയൽ ചെയ്തത്. 2020 സെപ്റ്റംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൽ ഈ കേസിൻ്റെ ഫൈനൽ വിധി വന്നു. ഫൈനൽ വിധിയും വോഡാഫോൺ എന്ന കമ്പനിക്ക് അനുകൂലമായിട്ട് തന്നെയായിരുന്നു. ഫൈനൽ വിധിയിൽ പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബൈലാറ്ററലായിട്ട് പെരുമാറുന്നു. അതുമൂലമാണ് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ നിന്നും ഇത്രയധികം തുക ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ കേസിൽ ഒരു മേജർ ടേണിംഗ് പോയിന്റ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. അതായത് മേജർ ടേണിംഗ് പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 21,000 കോടി രൂപയുടെ പെനാൽറ്റി ഇന്ത്യ ഗവൺമെൻറ് ചുമത്തിയത് 2012 ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലീഗലൈസേഷൻ ലോ പ്രകാരമാണ്. ഇപ്പോൾ അതായത് നമ്മളുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ 2012 ടാക്സ് റിട്രോസ്പെക്റ്റീവ് ലോ അമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. ഇതുവഴി ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് ഏകദേശം 25,000 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾക്ക് ഐഡിയ വോഡാഫോൺ എന്ന സ്റ്റോക്കിൽ 20% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ നമ്മൾ മറന്നുകൂടാൻ പറ്റാത്ത മറ്റൊരു പ്രധാന കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻ്റർവെൻഷൻ മൂലം ഏകദേശം 25,000 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമാണ് ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഇപ്പോഴത്തെ നിലയും കമ്പനിയുടെ ഇപ്പോഴത്തെ ഡെപ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1,75,000 കോടി രൂപയ്ക്ക് മുകളിൽ ഡെപ്റ്റാണ് ഈ കമ്പനിക്ക് മുകളിലുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് മോഡലിലും കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും ഈ കമ്പനിയിലുള്ള ഫെയ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് രണ്ടും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട റിസ്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യാമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ബെറ്റർ ഫോർ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഐഡിയ വോഡാഫോൺ എന്ന സ്റ്റോക്കിനെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്